ഞാനൊരു മാങ്കൂട്ടത്തിൽ ആണെന്ന് ജീവിതത്തിൽ കേൾക്കാൻ കഴിയുമോ? സ്വഭാവത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഹസിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഈ ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഞാനൊരു മാങ്കൂട്ടത്തിലാണെന്ന് ജീവിതകാലം കൊണ്ട് കേൾക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതല്ലെങ്കിലും വെള്ളാപ്പള്ളി നടേശന്റെ നാവ് എന്നും ഇത്തരത്തിൽ അധിക്ഷേപങ്ങളും വിഷങ്ങളും മാത്രം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നാവാണല്ലോ. മലപ്പുറത്ത് ചെല്ലുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെയാണ്, പാലായിൽ ചെല്ലുമ്പോൾ അത് ക്രൈസ്തവർക്കെതിരെയാണ്, പറവൂരിൽ ചെല്ലുമ്പോൾ അത് വി ഡി സതീശനെതിരെയാണ്. ഇന്നിപ്പോ ഈ നാരായണ ഗുരുവിന്റെ ജയന്തി ദിനത്തിലും നാരായണ ഗുരു പരിഹസിക്കരുത്, അധിക്ഷേപിക്കരുത്, ആക്ഷേപിക്കരുത് എന്ന് പഠിപ്പിച്ച നാരായണ ഗുരു, ആ നാരായണ ഗുരുവിന്റെ ജയന്തി ദിനത്തിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടമാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഇര എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനോട് നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ പറയാനുണ്ട്. മനസ്സിലായില്ലേ? ഈ വെള്ളാപ്പള്ളി നടേശനോട് ആദ്യമായിട്ട് പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾ മാങ്കൂട്ടത്തിൽ ആവാൻ കഴിയുക എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അംഗീകാരം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും അത് പിണറായി വിജയന്റെ സംഭാവനയാണെന്ന് മനസ്സിലാകാത്തവരല്ല ഇവിടെയുള്ള ആരും. താങ്കൾ പിണറായി വിജയന്റെ സംഭാവനക്ക് ഒരു കൈത്താങ് നൽകുന്ന വ്യക്തിയാണ് എന്നുള്ളതും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. താങ്കൾ ഇപ്പൊ ചെയ്തിരിക്കുന്നതും അത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കണം എന്നുള്ളത് പിണറായി വിജയന്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതൊക്കെ കഴമ്പില്ലാത്ത ആരോപണങ്ങളാണെന്നുള്ളതും, കാശ് വാങ്ങിയിട്ട് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു പരാതി പോലും നേരാവണ്ണം എഴുതി കൊടുക്കാതെ സമൂഹ മധ്യത്തിൽ ഇങ്ങനെ എളിച്ച് നടക്കുകയാണ് അവരെല്ലാവരും. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങളിലൊന്നും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. ഇനി ഞാൻ വെള്ളാപ്പള്ളി നടേശനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവനേതാവ് എന്ന് പറഞ്ഞാൽ 35 വയസ്സ് മാത്രം പ്രായമുള്ള യുവനേതാവ്, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അയാൾക്ക് അങ്ങനെ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാനുള്ള കാലയളവോ മറ്റൊന്നോ ഉണ്ടായിട്ടൊന്നുമില്ല. എന്നിട്ട് പോലും പാലക്കാടിന്റെ മണ്ണിൽ അയാൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് കയറിയത് എന്നുള്ളതാണ്. ഈ വെള്ളാപ്പള്ളി നടേശനോട് ഞാൻ പറയുകയാണ്, ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോ 90 വയസ്സിലേക്ക് അടുത്ത് നിൽക്കുന്നു. ജീവിച്ച ഈ 9 ആണ്ടുകൾ, ഈ 9 പതിറ്റാണ്ടുകൾ, ഈ 9 പതിറ്റാണ്ടുകൾ ജീവിച്ചിട്ട് താങ്കൾ എന്താണെങ്കിലും ഒരു ഇലക്ഷനിൽ എവിടെയും മത്സരിച്ചിട്ടില്ല. അതെന്താണെങ്കിലും നന്നായി. ആ മത്സരിക്കാതിരുന്നത് ആ താങ്കൾക്ക് ഒരു പിന്തുണയുണ്ട് എന്നുള്ള താങ്കളുടെ ആ വിശ്വാസത്തെ സംരക്ഷിച്ചെടുക്കാൻ അതെന്താണെങ്കിലും നല്ലതാണ്. മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ താങ്കൾ പൊട്ടിപ്പാളീസാകുമായിരുന്നു. ആ ഒരു കാര്യത്തിൽ താങ്കൾക്ക് അഭിമാനിക്കാം, എവിടെയും മത്സരിച്ചിട്ടില്ല എന്നുള്ളത്. എന്താണെങ്കിലും താങ്കൾക്ക് വലിയ പിന്തുണയാണ്, വലിയ ജനസമ്മതിയാണ് എന്നൊക്കെ താങ്കൾ അവകാശപ്പെടുന്ന താങ്കൾക്ക് തുഷാർ വെള്ളാപ്പള്ളി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് എവിടെയൊക്കെ മത്സരിച്ചു. കെട്ടിവച്ച കാശ് പോലും തിരിച്ചു കെട്ടാത്ത രീതിയിൽ താങ്കളുടെ മകൻ തോറ്റു തുന്നം പറയില്ലേ? എന്തേ താങ്കളുടെ ഈ പിന്തുണയും ഈ സ്വാധീനവുമൊന്നും തുഷാറിന്റെ കാര്യത്തിൽ താങ്കൾക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ലേ? അതോ അതും പുറത്തെടുത്തിട്ടും രക്ഷയില്ലാതെ കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ട രീതിയിലേക്ക് അധപ്പതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം താങ്കൾ പുനർവിചിന്തനം നടത്തണം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണെന്ന് താങ്കളൊന്ന് നന്നായി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അത് പാലക്കാടിന്റെ മണ്ണിൽ ഒരു 2.5 വർഷത്തേക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA, കാലാവധി 2.5 വർഷമാണെന്ന് അയാൾ വിജയിച്ച് കയറിയ ആ സുദിനത്തിൽ അയാൾക്ക് നന്നായിട്ടറിയാം. ഈ 2.5 വർഷം കൊണ്ട് പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ ചെയ്തു വെച്ചു, എന്തൊക്കെ തുടങ്ങി വെച്ചു എന്നുള്ളത് താങ്കളൊന്ന് പോയി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അന്താളിച്ചു പോയവരാണ് രാഹുലിനെ ഒതുക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഗൂഢമായ ശ്രമങ്ങൾ നടത്തി ആരോപണങ്ങൾ പടുത്തുയർത്തിയത് പൊതുമധ്യത്തിൽ. ആ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചവർ തന്നെ തെളിയിക്കുകയാണ്. ആ അടിസ്ഥാനങ്ങളും തെളിവുകളും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായതുകൊണ്ടാണല്ലോ ഈ ആരോപണങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ചവർ, പൊതുമധ്യത്തിൽ വാർത്താ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ ആർക്ക് വേണമെങ്കിലും എന്തു വേണമെങ്കിലും വിളിച്ചു പറയാം.
ആ ആ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ടാണല്ലോ ഇവർ ഒരു റിട്ടൺ കംപ്ലൈന്റ് പോലും എഴുതി നൽകാതെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ തെരുവിലേക്ക് ഇറക്കിയത്. പരാതിയുണ്ടോ പരാതി എന്ന് അന്വേഷിച്ച് പോലീസിന് തെരുവോരങ്ങളിൽ അലയേണ്ടി വന്നത് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചവർ ഒരു പരാതി പോലും എഴുതി നൽകാത്തത് കൊണ്ടാണല്ലോ. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒതുക്കാൻ വേണ്ടി നടത്തിയ ഈ ആരോപണങ്ങളുടെ പിൻബലത്തിൽ അത് വെള്ളാപ്പള്ളി നടേശ നിങ്ങൾക്ക് നന്നായിട്ടറിയാം അത് പിണറായി വിജയന്റെ സംഭാവനയാണ് എന്ന്. ആ പിണറായി വിജയന്റെ സംഭാവനയ്ക്ക് താങ്കൾ ഒരു കൈത്താങ് നൽകുന്നത് 10,000 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം മതി. ഇനി താങ്കൾക്ക് പറ്റുമെങ്കിൽ അടുത്ത തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്ന അവസരത്തിൽ അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് തോപ്പിക്കാനെങ്കിലും നോക്ക്. എന്താണെങ്കിലും മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ വിജയിപ്പിച്ച് കയറ്റാൻ സാധിക്കാത്ത നിങ്ങൾ രാഹുലിനെ ഒന്ന് തോൽപ്പിച്ചെടുക്കുന്നതെങ്കിലും നമുക്കൊന്ന് കാണാം. അപ്പോ അത്തരത്തിൽ ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് പിണറായി വിജയനെ സോപ്പിട്ടുകൊണ്ട് ഈ മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസ് എങ്ങനെങ്കിലും തൻ്റെ കഴുത്തിൽ കുടുങ്ങാതെ അതിൽ നിന്ന് എങ്ങനെങ്കിലും തലയൂരിയെടുക്കണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് ഒരു ലോജിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മര്യാദകൾക്ക് അപ്പുറത്തുള്ളതാണ് എന്ന് താങ്കൾ ഓർക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി താങ്കളെ ഓർമ്മയിൽപ്പെടുത്താം. അത് മറ്റൊന്നുമില്ല, രാഹുൽ മാങ്കൂട്ടം താങ്കളുടെ ശത്രുസ്ഥാനത്താണെന്ന് പറയുന്നത് അത് താങ്കൾക്ക് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ പറ്റിയ കാര്യമാണ്. കാരണം അലങ്കാരങ്ങൾ ഒന്നുമില്ല. SNDPക്കാരും ഈഴവരും ആട്ടിയോടിക്കുന്ന താങ്കൾക്ക് എൻ്റെ ശത്രു അത് രാഹുൽ മാങ്കൂട്ടമാണ്, അതല്ലെങ്കിൽ എൻ്റെ ശത്രു അത് VD സതീശനാണെന്ന് പറയുന്നത് അത് താങ്കൾക്ക് ഒരു അലങ്കാരമാക്കി കൊണ്ടു നടക്കാൻ പറ്റിയ കാര്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രായം കൊണ്ട് താങ്കൾക്ക് തോൽപ്പിക്കാൻ കഴിയുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് അയാളുടെ ആശയത്തെയും അയാളുടെ നിലപാടുകളെയും ഒരു നിലപാട് കൊണ്ടും ഒരു ആശയം കൊണ്ടും താങ്കൾക്ക് നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിൽ ആശയങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും അയാളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ പരിഹാസങ്ങൾ നടത്തുന്നത് പരിഹസിക്കാൻ മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ അതിന് നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന, അതല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ഒരു പേന പിടിച്ച് ഒരു 2 വരി എഴുതാൻ കഴിയുന്ന ആർക്കും സാധിക്കുന്നതാണ്. അപ്പോ അത്തരത്തിലുള്ള പരിഹാസങ്ങളൊക്കെ അത് താങ്കൾക്ക് നേരെ തന്നെയാണ് വരുന്നത്. താങ്കൾ തൊടുത്തുവിടുന്ന പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും തിരിച്ച് ഒരു ബൂമറാങ് പോലെ താങ്കൾക്ക് നേരെ തന്നെ തിരിച്ചടിക്കുകയാണ് എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഇത്തരം ഈ കൂട്ടിക്കൊടുപ്പിന്റെ രാഷ്ട്രീയം, ഈ ഓരോ വിഷവിത്തുകൾ പാകിക്കൊണ്ടുള്ള രാഷ്ട്രീയം അത് നാരായണ ഗുരുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന താങ്കൾക്ക് യോജിച്ചതാണോ എന്ന് താങ്കളുടെ ഭാര്യയോടെങ്കിലും ഒരു തവണ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. തുഷാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തുഷാർ ചിലപ്പോൾ നിങ്ങളെക്കാളും വലിയ വിഷമായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക. കാരണം തുഷാറിന് ഇത്രയും കാലം കൊണ്ട് മത്സരിച്ചു നോക്കി പലയിടത്തും അവിടെയൊന്നും വിജയിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു സങ്കടം അയാൾക്കുണ്ട്. പിന്നെ അച്ഛൻ എന്ന രീതിയിൽ നിങ്ങൾ അയാളെ സഹായിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെയാണെങ്കിലും അച്ഛൻ എന്ന രീതിയിൽ മകൻ മത്സരിക്കുമ്പോൾ ആ മകന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് താങ്കളുടെ ഒരു കടമയാണല്ലോ. അതുപോലും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത നിങ്ങൾ തുഷാറിനോട് വല്ല കാര്യങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും വലിയ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിടുന്നതിലും വലിയ വിഷമായിരിക്കും ചിലപ്പോൾ തുഷാർ പറഞ്ഞു തരിക. അതുകൊണ്ട് തുഷാറിനോട് കൂടുതൽ ചർച്ചയ്ക്ക് നിൽക്കേണ്ട. താങ്കളുടെ ഭാര്യയോട് ഒരിക്കലൊന്ന് ചോദിച്ചാൽ മതി, മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ താങ്കളുടെ ഭാര്യയോട് പറഞ്ഞാൽ മതി, അവർ പറഞ്ഞു തരും. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഈ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും അത് വെള്ളാപ്പള്ളി നടേശനെതിരെ തന്നെയാണ് വരുന്നതെന്നുള്ള കാര്യം വെള്ളാപ്പള്ളി നടേശനെങ്കിലും ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇനി അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചിന്താഗതികൾ വരുന്നില്ലെങ്കിൽ അത് പ്രായത്തിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ കൂടെയുള്ളവരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതും നല്ലതായിരിക്കും. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യുവജന നേതാവ്, അയാൾക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് അത് നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അതും സംശയമാണ് മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം അയാൾക്ക് പൊതുമധ്യത്തിൽ കിട്ടുന്ന സ്വീകാര്യത, അയാൾക്ക് പൊതുമധ്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ, ആ പിന്തുണ കണ്ടിട്ട് നിങ്ങളെല്ലാവരും വിറളി പിടിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യവും ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് രാഹുലിന് നേരെ നീട്ടുന്ന ഓരോ വിരലുകളും അത് പിണറായി വിജയനെതിരെയും നിങ്ങളുടെ മകൻ തുഷാർ വെള്ളിപ്പള്ളിക്കെതിരെയും നീട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ്.